നമസ്കാരം. ഒരു പനിയോ ജലദോഷമോ ഒരു തലവേദനയോ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആശുപത്രിയിൽ പോകുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. വാഹനവും പിടിച്ച് ടൗണിലുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് ഡോക്ടറെ കണ്ട് വരുമ്പോഴത്തേന് നമ്മുടെ പകുതി ജീവൻ പോകും. മിക്കവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകുകയില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡോക്ടറുമായിട്ട് നേരിട്ട് വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ എഴുതി വാങ്ങാൻ പറ്റുന്നതാണ്. ഇതൊരു സർക്കാർ സേവനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും വീഡിയോ കോളിലൂടെ ഡോക്ടറോട് സംസാരിച്ച് മരുന്നുകൾ വാങ്ങുവാൻ ഈസിയായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സർക്കാരിൻ്റെ സംവിധാനം എങ്ങനെയാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈലിലൂടെ നമുക്ക് ചെയ്യാമെന്നുള്ള എല്ലാ വിവരങ്ങളും ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ജനങ്ങൾക്കായിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഒരു ആപ്പിൻ്റെ പേരാണ് ഇ സഞ്ജീവനി എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിലും ഇത് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ ഈ താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. ഇനി അതല്ല, ലിങ്ക് ഡയറക്റ്റ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അവർക്ക് ഞാൻ ലിങ്ക് അയച്ചു തരാവുന്നതാണ്. ഞാൻ തന്നിരിക്കുന്ന ഈ ലിങ്ക് വഴി നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജിൻ്റെ അകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങൾ ആദ്യം നിങ്ങളൊരു പ്രൊഫൈൽ അവിടെ ഉണ്ടാക്കിയെടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങളവിടെ കൊടുത്തു കഴിയുമ്പോൾ ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്ത് നിങ്ങൾക്കിതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേര് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ വിവരങ്ങളും അവിടെ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റും. അതിൻ്റെ എങ്ങനെയാണത് കാണുന്നതെന്നുള്ള എല്ലാ വിവരങ്ങളും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലോട്ട് പോകാം. ഞാൻ ഈ തന്നിരിക്കുന്ന ലിങ്ക് എടുത്ത് നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ വല്ലതും സെർച്ച് ചെയ്യുക. ഈ ലിങ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേന് പുതിയൊരു പേജിലേക്ക് വരും. ഇതാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒഫീഷ്യൽ പേജ്. ഇവിടെ 2-3 കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ നിന്ന് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ വായിച്ച് നോക്കാം. അതിൻ്റെ ഏറ്റവും അടിയിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലായിട്ട് പേഷ്യൻ്റ് CHO ഡോക്ടർ എന്ന് പറഞ്ഞ് 2 കിടപ്പുണ്ട്. അതിൽ നമ്മൾ പേഷ്യൻ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ തൊട്ടിപ്പുറം ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്. ലാംഗ്വേജ് നമുക്ക് മലയാളമോ ഇന്ത്യയിലുള്ള ഏത് ഭാഷ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ ലോഗിൻ രജിസ്ട്രാർ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൽ നമ്മൾ രജിസ്ട്രാർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അന്നേരം ഡു യു വാണ്ട് ടു പ്രൊസീഡ് വിത്ത് ആഭ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ നോ കൊടുക്കുന്നു. സെലക്ട് റീസൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് പേഷ്യൻ്റ് ഡിനൈഡ് ആഭ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആഭ ക്രിയേഷൻ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമ്മൾ ആയുഷ്മാൻ ഭാരതിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എടുക്കാൻ താല്പര്യമില്ലെന്നുള്ളതാണ് ഞാൻ തൽക്കാലം കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം നമുക്കന്നേരപ്പോൾ മറ്റൊരു പേജ് വരും. ഇതിൻ്റെ അകത്താണ് നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഫോണിലെ മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് ഗെറ്റ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. നമ്മുടെ ഫോണിൻ്റെ മെസ്സേജിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ എടുത്തിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതെടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ തൊട്ട് താഴെയുള്ള നീല ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് അവിടെ ഓപ്പണായി വരും. ഇവിടെയാണ് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ വിവരങ്ങൾ അവിടെ കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതൊട്ട് താഴെയായിട്ട് സ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിൻ കോഡ് കൊടുക്കാനുണ്ട്. അവയെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അവനവൻ്റെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിത് കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വിവരങ്ങളെല്ലാം ഏകദേശം കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേന് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേന്
എല്ലാം നിങ്ങൾ നോക്കണം കറക്റ്റാണോ എന്ന്. തൊട്ട് താഴോട്ട് വന്നു കഴിയുമ്പോൾ താഴെയായിട്ട് ഡു യു ഹാവ് എനി ഡിസബിലിറ്റീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമോ മാനസികമോ വൈകല്യവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മളത് നോ കൊടുക്കുന്നു. നോ കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി വരും. ഇത് ലോഗിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുന്നു. OTP അവിടെ കൊടുക്കുന്നു. ഫോണിൽ വന്ന OTP എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ നീല ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ നമ്മളിതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പേജിൽ തന്നെ ന്യൂ കൺസൾട്ടേഷൻ, മുൻ കൺസൾട്ടേഷനുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞത് കൊടുക്കുക. ഇവിടെ ഉള്ള വിവരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എന്ത് അസുഖമാണോ ഉള്ളത് എന്നുള്ളൊക്കെ കാര്യങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കാനും എനിക്ക് തലവേദനയുടെ ഇതുള്ളതുകൊണ്ട് ഞാൻ തലവേദന എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിന് താഴെ കുറച്ച് കാര്യങ്ങൾ കൂടി അവർ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഓരോരുത്തരുടെ അസുഖം എന്താണോ എന്നപ്പോൾ അതിനനുസരിച്ച് ആ താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത ചോദ്യം അവിടെ വരും. അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 ഓപ്ഷൻ അവിടെ ഉണ്ട്. ആ ഓപ്ഷനകത്തുനിന്നും നിങ്ങൾക്ക് ചേരുന്ന ആ രോഗവിവരവുമായിട്ട് കാര്യങ്ങളുള്ളതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതല്ല മറ്റുള്ളവയെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് വേണേൽ കൊടുക്കാം. ഇതിൻ്റെ തന്നെ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന രോഗം ഇല്ലാത്ത വേറെ മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 3-4 പേജുണ്ട്. 3-5 പേജല്ല, ഒരു കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിക്കും. അത് ചോദിച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാൻ തൽക്കാലം ചോദ്യത്തിൻ്റെ അവിടെ എനിക്ക് തലവേദന ഉണ്ടെന്ന് വല്ലതും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. തൽക്കാലം ചെറിയ തലവേദന ഉണ്ട് എന്ന് തൽക്കാലം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് വരുമ്പം OPD എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. അതിലാണ് നമ്മൾ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം 2 മണി കഴിഞ്ഞതുകൊണ്ട് ജനറൽ ഓർ കോവിഡ് ഓർ പോസ്റ്റ് കോവിഡ് ഈ സഞ്ജീവിനി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അന്നേരം 2 ഡോക്ടർമാരുടെ പേര് അവിടെ വന്നിട്ടുണ്ട്. സംഗീത് ശ്രീകുമാറും ചാന്ദിനി MS എന്ന് പറഞ്ഞ ഞാൻ ഈ ഒരു ചാന്ദിനി MS എന്ന് പറഞ്ഞ ഡോക്ടറെ തൽക്കാലം സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്തിരിക്കുകയാണ്. റിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കോൾ എടുത്തിട്ടുണ്ട്. ഹലോ കൊടുത്ത് ഇപ്പോൾ കോള് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് സൗണ്ട് കേൾപ്പിക്കുന്നില്ല, മറ്റ് പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് ഡോക്ടറോട്. പറഞ്ഞ് ഞാൻ അതിന് കാര്യങ്ങൾ എന്നോട് ചോദിച്ചത് കുറച്ച് നേരത്തെ തന്നെ ഒരു 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ഞാൻ തലവേദനയുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന കാര്യവും ഞാനിങ്ങനെ മരുന്നൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനവിടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം ഡോക്ടർ ചോദിച്ച് നിങ്ങളോട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നത്. അപ്പോഴത് നിങ്ങൾക്ക് എവിടെ മെഡിക്കൽ സ്റ്റോറിൽ വേണമെങ്കിലും കൊടുത്ത് മരുന്ന് വാങ്ങാമെന്നുള്ള ഈ ഒരു കുറിപ്പടി കാണിച്ചുകൊണ്ട്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ OPയിലാണെങ്കിലും നിങ്ങൾക്ക് കൊടുത്ത് മരുന്ന് വാങ്ങാവുന്ന കേസേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒത്തിരി പേർക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഡോക്ടറെയൊക്കെ പോയി കാണാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗത്തിലൂടെയും നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും കൂടെ ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ കോള് കട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ പേര് കാര്യങ്ങളെല്ലാം വെച്ചുള്ള എന്ത് രോഗമാണ് അതിൻ്റെ മരുന്ന് കാര്യങ്ങളുള്ള അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്കിപ്പോൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേളുവശത്തൊരു നീല റൗണ്ടിനകത്തൊരു ആരോ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു PDF ഫയൽ കിട്ടും. അത് ഫയലിനകത്ത് നമുക്കത് എങ്ങോട്ട് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഫയലിനകത്തോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫയലിൻ്റെ അകത്ത് നമുക്കിത് കോപ്പി ചെയ്ത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കൊടുത്ത് മരുന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പ്രിസ്ക്രിപ്ഷൻ. ഇത്
ഈ ഒരു കുറിപ്പടി കാണിച്ചുകൊണ്ട് നമുക്ക് മരുന്ന് വാങ്ങാം. ഇതിന് ഡോക്ടറുടെ വിവരങ്ങൾ, ഡോക്ടറുടെ ഒപ്പ പേര്, കാര്യങ്ങൾ, ഈ സഞ്ജീവനി എന്നുള്ള നമ്മൾ കണ്ടതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഉപയോഗിക്കുക. കണ്ടില്ലേ സുഹൃത്തുക്കളെ, എത്ര ഈസി ആയിട്ടാണ് ഡോക്ടറെ കണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പണച്ചെലവുമില്ലാതെ മരുന്ന് വാങ്ങാൻ സാധിക്കുന്നത്. ഇത്ര ഈസി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മൊബൈലിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു അവസരം നിങ്ങളും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ബൈ.